അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗാണേ. വ്ളോഗിൻ്റെ അവസാനം ഒരു ഹിഡൻ സ്പോട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ രാവിലെ തന്നെ പോയത് നമ്മൾ മടിക്കയിലെ ആലമ്പാടി മൂലത്താണ് കേട്ടോ. ഇന്ന് പോകാൻ വേണ്ടി എൻ്റെ ഒപ്പം എൻ്റെ അമ്മയും കൂടി ഉണ്ടായിനെ. പഴയകാല ഒരുപാട് ഓർമ്മകൾ വരുന്ന ഒരു ചെറിയ അമ്പലമാണ് കേട്ടോ നമ്മൾ ആലമ്പാടി മൂലം. വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റിയേ. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മളെ വഴിപാടിൻ്റെ പ്രസാദവും കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ട് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോഴത്തേക്ക് അമ്പലത്തിൻ്റെ മുന്നിലേനെ ഒരു ചെറിയൊരു തോട് ഒഴുകുന്നുണ്ടായി കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിനെ. പിന്നെ രാവിലത്തെ ആംബിയൻസിൽ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇനിയാണ് കേട്ടോ വീടിൽ ആദ്യം പറഞ്ഞ ഹിഡൻ സ്പോട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. എത്ര പേർക്ക് ഈ സ്ഥലം അറിയാമെന്ന് എനിക്കറിയില്ല, പക്ഷേ സ്ഥലം എൻ്റെ വീടിനടുത്ത് തന്നെയാണ് കേട്ടോ. കുറച്ച് കാടെല്ലാം മൂടി ഒരു വഴിയിലാണ് കേട്ടോ നമ്മൾ നടന്നിട്ട് അങ്ങോട്ടേക്ക് പോകേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, നമ്മുടെ സ്വന്തം നാരേക്കൊല്ലി വെള്ളച്ചാട്ടം. പണ്ട് ഇവിടെ ഒരു ക്വാറി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ വെള്ളച്ചാട്ടം എങ്ങനെ രൂപപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കളം വയലത്തെ വെള്ളം തോട് വഴി ഒഴുകി വന്നിട്ട് ആണ് ഈ വെള്ളച്ചാട്ടം രൂപപ്പെട്ടത് കേട്ടോ. കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ് നമ്മളെ വെള്ളച്ചാട്ടം. ഒരുപാട് ആൾക്കാർ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും എടുത്തില്ലവർക്കല്ലാതെ ദൂരമുള്ളവർക്കൊന്നും ഈ സ്ഥലത്തിനെ കുറിച്ചിട്ടോ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ടതിനെ കുറിച്ചിട്ടോ അറിവോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഹിഡൻ സ്പോട്ട് എന്ന് പറഞ്ഞിന്. അങ്ങനെ മാടെ കുറച്ച് സമയം നിന്നു, വെള്ളച്ചാട്ടം കുറച്ച് സമയം ആസ്വദിച്ചു, എന്നിട്ട് കുറച്ച് മെല്ലെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഈ ഹിഡൻ സ്പോട്ട് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടാ.